നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് വ്യഭിചാരത്തിന് കേസില്ലല്ലോ. ഇന്നതൊക്കെ ഒരു പാപമല്ലാതെ കാണുന്ന കാലമാ. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, കണ്ണിന്റെ വ്യഭിചാരം എന്തെന്നറിയുമോ? കണ്ണിന്റെ വ്യഭിചാരം എന്തെന്നറിയുമോ? ഹറാം കാണല്, അന്യ പെണ്ണിന്റെ ശരീരം കാണല്, അന്യ പുരുഷന്റെ ശരീരം കാണല്, അത് കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ, അതാ മൊബൈലിലൂടെ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ, എന്തിന് വീടിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ടിവിക്കകത്തുകൂടെ ഞാനും നിങ്ങളും എത്രയോ മോശമായ കാര്യങ്ങൾ കാണുന്നവരാ, കണ്ടാസ്വദിക്കുന്നവരെ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, നാളെ ഒരു വിഭാഗം നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്നുണ്ട്. ഒരു വിഭാഗം ജനങ്ങൾ അള്ളാന്റെ കോടതിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരുപാട് സൽക്കർമ്മവുമായിട്ടാ കടന്നു വരുന്നത്. ഒരുപാട് നിസ്കാരമുണ്ട്, ഒരുപാട് ഖുർആൻ ഓതിയതുണ്ട്, സദഖകളുണ്ട്, സ്വലാത്തുകളുണ്ട്, ഒരുപാട് സൽക്കർമ്മവുമായിട്ട് നാളെ ഒരു വിഭാഗം അല്ലാഹുവിൻ്റെ മുന്നിലേക്ക് കടന്നു വരും. എല്ലാ പാഴായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരുപാട് അമലുമായി കടന്നു വന്നിട്ട് എല്ലാം പാഴായി പോവുകയാ. അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാ, ആരാണ് നബിയേ, ആരാണ് നബിയേ? സഹാബാ, രഹസ്യമായി പാപം ചെയ്യുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ വലിയ മഹാനാ, എല്ലാവരുടെ മുന്നിലും മാനിനെ പോലെ നടക്കുകയാ. പക്ഷേ ആരും കാണാതെ ഒരവസരം കിട്ടുമ്പോ, പടച്ചവനെ, വീടിന്റെ അകത്ത് റൂമിന്റെ അകത്തിരുന്നിട്ട് ഫർദയും ഹിജാബും ധരിച്ച് കടന്നു വന്ന പെങ്ങള്, ആരും കാണാതെ മൊബൈലിന്റെ അകത്തുകൂടെ ആവശ്യമില്ലാത്തത് കാണുന്ന പെണ്ണ്, റസൂലുള്ള പറയുകയാ, നാളെ പടച്ചറപ്പ് നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? നിന്റെ കണ്ണിന്റെ അകത്തേക്ക് അല്ലാഹുവേ നരകത്തിന്റെ ഈയ മുരുക്കി ഒഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയോ, കണ്ണിന്റെ അകത്തേക്ക് നാളെ കൈകാലുകൾ പിടിച്ചു കെട്ടിയിട്ട് അല്ലാഹുവേ ഈയ മുരുക്കി ഒഴിക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ, എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് സിനിമ കാണുന്നത്, സീരിയൽ കാണുന്നത്, മോശമായ കാര്യങ്ങൾ കാണുന്നത്, ഇതൊക്കെ ആരും പാപമായിട്ട് കാണാറില്ല. ഇതൊരു പാപമായിട്ട് കാണാറില്ല. മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈച്ചയെ ഓടിച്ച് കളയുന്നത് പോലെ പടച്ചവനെയും നിസാരമായ തള്ളിക്കളയുന്ന ഒരു കാര്യമാ. ഉസ്താദേ, ഇതൊക്കെ ഇപ്പൊ പറയാൻ പറ്റുമോ? ഉസ്താദന്മാരുടെ വീട്ടിലില്ലേ, പള്ളിയിലെ ഖതീബിന്റെ വീട്ടിലില്ലേ, പ്രവാചകന്മാരുടെ വീട്ടിലില്ലേ? ഇന്ന് ടി വി ഇല്ലാത്ത വീടുണ്ടോ ഉസ്താദ്? ഇതൊക്കെ പാപമാണോ? ഇതൊക്കെ നിസാരമാണെന്ന് പറയുന്ന വാപ്പാ, ആരാ പറഞ്ഞത് ഇത് നിസാരമാണെന്ന്? ആരാ നിനക്കോ പറഞ്ഞു തന്നത് ഇത് നിസാരമാണെന്ന്? ഇതിന്റെ ഭവിഷ്യത്ത് നിനക്കറിയുമോ? ഇതിന്റെ ഭവിഷ്യത്ത് നിനക്കറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്യുകയാ. അള്ളാന്റെ കഅബാലയം ഇങ്ങനെ ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ഒരു ചെറുപ്പക്കാരൻ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. എന്താണ് ദുആ ചെയ്യുന്നത്? അല്ലാഹും ഇഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചുറപ്പിനോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ല റബ്ബേ. അള്ളാന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ ദുആ ചെയ്യുന്ന, പടച്ചവനെ, എന്റെ മരണം നീ നന്നാക്കി തരണേ അല്ലാ. എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ തമ്പുരാന്. അല്ലാഹുവേ, ഈ മഹാനാ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്തേ പൊന്നുമോരെ, എന്താണ് നിന്റെ കൂടപ്പറപ്പുകൾക്ക് സംഭവിച്ചത്? ഇങ്ങനെ ദുആ ചെയ്യാനുള്ള കാരണം എന്താ? ചെറുപ്പക്കാരൻ അവിടുന്ന്
ചെറുപ്പക്കാരൻ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, തങ്ങളെ, എനിക്ക് 2 സഹോദരങ്ങളുണ്ടായിരുന്നു. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ ജോലി എന്തെന്നറിയുമോ? അള്ളാന്റെ പള്ളിയിൽ 5 നേരം ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാ, അള്ളാന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മനുഷ്യനായിരുന്നു. പള്ളിയിലെ മുഅദ്ദിനായിരുന്നു. എത്ര വർഷമാ ബാങ്ക് വിളിച്ചതെന്നറിയുമോ? 40 വർഷമാണ് ബാങ്ക് വിളിച്ചത്. അള്ളാന്റെ പള്ളിയിൽ 40 വർഷം ബാങ്ക് വിളിച്ച മനുഷ്യനാ. അല്ലാഹുവേ, ബാങ്ക് വിളിക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? 6 വർഷം ബാങ്ക് വിളിച്ചാൽ 12 വർഷം ബാങ്ക് വിളിച്ചവന് സ്വർഗമുണ്ടെന്നാണ് ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വ്യക്തി പള്ളിയിലെ മുഅദ്ദിനാ. അല്ലാഹുവേ, ജനങ്ങളാ മനുഷ്യന് വലിയ പരിഗണന കൊടുത്തില്ലെങ്കിലും അള്ളാന്റെ മുന്നിൽ വല്ലാത്ത പരിഗണനയാണ്. പള്ളിയിലെ മുഅദ്ദിൻ അള്ളാന്റെ മുന്നിൽ വല്ലാത്ത സ്ഥാനമാണ്. സഹാബാ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ കോടാനി കോടാനി കോടി ജനങ്ങൾ നിൽക്കുമ്പോ 2 വിഭാഗത്തിന്റെ തല മാത്രം ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ. 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും. അതിലെ ഒരു വിഭാഗമാരാ? അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാ. പടച്ചവനെ, 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യനുണ്ടല്ലോ, അവസാനം തന്റെ മരണസമയം എടുത്തപ്പോ അനുജനോട് പറഞ്ഞു, മോനെ ഖുർആൻ എടുത്തു കൊണ്ടുവരുവോ? ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങളെ, ഞാൻ വിചാരിച്ചു ഖുർആൻ ഓതിയിട്ട് മരിക്കാനായിരിക്കും. 40 കൊല്ലം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് വിളിച്ച മനുഷ്യനാണല്ലോ. ഞാൻ ഖുർആൻ എടുത്തുകൊണ്ട് എൻ്റെ സഹോദരന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? കഫർതു ബില്ലാഹി ബിമാ ഉൻസില, എനിക്കിതിൽ വിശ്വാസമില്ല, എനിക്ക് ഈ ഖുർആനിൽ വിശ്വാസമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ വലിച്ചു കീറുകയാണ്. വിശ്വാസമില്ലെന്ന് പറഞ്ഞു വലിച്ചെറിയുകയാ. അവിടെ നിന്ന് പറയുന്നു, തങ്ങളെ, എൻ്റെ മൂത്ത ജ്യേഷ്ഠന്റെ അവസാനം മോശമായിരുന്നു, അവിടുത്തെ ആഖിബത്ത് മോശമായി. എൻ്റെ 2ാമത്തെ സഹോദരനുണ്ടല്ലോ, ജ്യേഷ്ഠൻ ബാങ്ക് വിളിച്ച അതേ പള്ളിയിലാ ബാങ്ക് വിളിച്ചത്. 10 വർഷമാണ് ബാങ്ക് വിളിച്ചത്. എൻ്റെ സഹോദരന്റെയും മരണം മോശമായിരുന്നു. അല്ലാ, ഇപ്പോൾ ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് ഞാനാ. അല്ലാഹുവേ, എൻ്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ. ഇതാണ് ഞാൻ ദുആ ചെയ്യുന്നതെന്ന് പറയുമ്പോ മഹാനവറുകൾ ചോദിച്ചു, നിന്റെ ജ്യേഷ്ഠന്മാരെങ്ങനെയായിരുന്നു? അവര് കള്ള് കുടിക്കുന്നവരായിരുന്നില്ലോ, അവര് പലിശ തിന്നുന്നവരായിരുന്നില്ലോ, അവര് നിസ്കരിക്കാത്തവരായിരുന്നില്ലോ, അവര് വ്യഭിചരിക്കുന്നവരായിരുന്നില്ലോ, അവര് സദക്ക കൊടുക്കുന്നവരായിരുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായിരുന്നു. പക്ഷേ തങ്ങളെ, എൻ്റെ 2 സഹോദരങ്ങൾക്കും ഒരു ദുശീലമുണ്ടായിരുന്നു. ഒരേ ഒരു ദുശീലം എൻ്റെ സൂര്യൻ്റെ കൂടപ്പറപ്പുകൾക്കുണ്ടായിരുന്നു. എന്താണ് പൊന്നുമോനെ? വഹുമായുറാനി ഔറാദുൻ നിസാ, അവർക്ക് 2 പേർക്കും ഒരു ദുശീലമുണ്ടായിരുന്നു. വാപ്പാ, നിങ്ങളിൽ പലർക്കും ആ ദുശീലമുണ്ട്. ചെറുപ്പക്കാരാ, ഇതിനകത്തിരിക്കുന്ന പലർക്കും അവർക്കുണ്ടായിരുന്ന ദുശീലമുണ്ട്. പെങ്ങളെ, നിങ്ങൾക്കുമുണ്ട് പെങ്ങള്. ആ ചെറുപ്പക്കാരൻ പറയുകയാ, എൻ്റെ 2 സഹോദരന്മാർക്കുണ്ടായിരുന്ന ദുശീലം എന്തെന്നറിയുമോ? അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. വാപ്പാ, നിനക്കുമില്ലേ? പള്ളിയിൽ വന്ന് നമസ്കാരം കഴിഞ്ഞിട്ട് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ഇശാ നമസ്കാരം കഴിഞ്ഞ് ഹദ്ദാദം കഴിഞ്ഞ് വീട്ടിലേക്ക് നീ കടന്നു ചെല്ലുമ്പോ
വരുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ കാലിന്റെ മുകളിൽ കാലും കയറ്റി വെച്ച് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാ. അരപ്പാവാട ഇട്ടിട്ട് ഔറത്തു മറയ്ക്കാതെ ആടുന്ന പെണ്ണിന്റെ ആട്ടം കാണാ. നിസ്കാര തഴമ്പുള്ള നീയും പോയി ഇരിക്കാറില്ലേ വാപ്പാ? കാണാറില്ലേ ചെറുപ്പക്കാരാ? പെങ്ങളെ, മഗ്‌രിബിന്റെ ഇശാഇന്റെ ഇടയിലുള്ള സമയമുണ്ടല്ലോ, യാസീൻ ഓതണ്ട സമയമല്ലേ? വാക്യ ഓതണ്ട സമയമല്ലേ? സജദ ഓതണ്ട സമയമല്ലേ? മുൽക്ക് ഓതണ്ട സമയമല്ലേ? സൂറത്തുർ റഹ്മാൻ ഓതണ്ട സമയമല്ലേ? ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയമല്ലേ? അല്ലാഹുവേ, ആ പുണ്യമായ സമയത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ടിവിയുടെ ഫ്രണ്ടിൽ വന്നിരുന്ന സീരിയൽ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നിനക്കൊരു നല്ല മരണം കിട്ടുമെന്ന് നീ കരുതണ്ട. എൻ്റെ പ്രിയമുള്ളവര്, എൻ്റെ സഹോദരങ്ങളുടെ ആഖിബത്ത് മോശമാകാ. ഇതാണ് കാരണമെന്ന് ഇവിടെന്ന് പറയുമ്പോ എൻ്റെ പ്രിയമുള്ള സഹോദരാ, ഇത് നിസാരമായ തള്ളിക്കളയേണ്ട പാപമല്ല, അത് നിസാരമായ തള്ളിക്കളയേണ്ട കാര്യമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, മരിച്ചുപോയ അന്യ പെണ്ണിൻ്റെ മയ്യത്ത് കാണാൻ പാടില്ല, മരിച്ചുപോയ അന്യ പുരുഷന്റെ മയ്യത്ത് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു സമുദായത്തിൻ്റെ അനുയായികളാണ് ഞാനും നിങ്ങളും. എന്നിട്ട് പടച്ചവനെ, തഴമ്പുള്ളവൻ്റെ വീട്ടിലുണ്ട്, താടിയുള്ളവന്റെ വീട്ടിലുണ്ട്, അള്ളാന്റെ കഅബാലയം കണ്ണുകൊണ്ട് കണ്ട മനുഷ്യന്റെ വീട്ടിലുണ്ട്. റൗള ശരീഫിന്റെ മുറ്റത്ത് ചെന്ന് നിന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന സ്വലാം പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, ആ റൗളയുടെ ചാരത്ത് കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ, ഈ ദുനിയാവിലെ രണ്ടാമത്തെ സ്വർഗമുണ്ടല്ലോ, ആ സുജൂദിൽ പോയി കിടന്നിട്ട് അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞവന്റെ വീടിന്റെ അകത്ത് ടിവി ഉണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരാ, കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരമുണ്ട്, എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാറുണ്ട്, എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയിരുന്ന് വൃത്തികേടും കാണാറുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്ക അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, എൻ്റെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തേ വാപ്പ, നിനക്കറിയില്ലേ? നിന്റെ വാപ്പ പറഞ്ഞു തന്നിട്ടില്ലേ നിന്റെ വീട്ടിൽ ടി വി ഉണ്ടായിരുന്നു? ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ ആരുടെ വീട്ടിലാണ് നിങ്ങളുടെ അത്തായും അല്ലെങ്കിൽ വാപ്പായും ഉമ്മയും ടി വി വെച്ചെന്ന് ആരുടെ വീട്ടിലുണ്ടായിരുന്നേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും തഴമ്പുള്ളവൻ്റെ വീട്ടിലുണ്ട്, ഹജ്ജ് ചെയ്തവൻ്റെ വീട്ടിലുണ്ട്, എല്ലാവരുടെ വീട്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുക. നിന്റെ ആക്കിബത്ത് മോശമായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദെ, വീട്ടിൽ സമാധാനമില്ല, സന്തോഷമില്ല ഉസ്താദെ, എത്ര കിട്ടിയിട്ടും തികയുന്നില്ല ഉസ്താദെ, എന്തോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട്. ഉസ്താദന്മാരുടെ അടുത്ത് വന്നിട്ട് പറയും സമയം ശരിയല്ലെന്ന്. സമയത്തിനൊരു കുഴപ്പമില്ല, സമയങ്ങളൊക്കെ നല്ല നിലയിലാണ്. നിന്റെ വീടിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനൊറ്റ പരിഹാരമേ ഉള്ളൂ. ആ ചെയ്ത്താമ്പട്ടി എടുത്ത് എന്ന് നീ വീടിൻ്റെ വെളിയിലിടുന്നോ അന്നേ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ബറക്കത്തുണ്ടാകത്തുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉള്ളത് പറയുമ്പോൾ ഇഷ്ടപ്പെടില്ല. നിങ്ങൾ ഈ ലോകത്ത് ഏത് പണ്ഡിതൻ്റെ അടുക്കലും പോയിട്ട് ഇതൊന്ന് അനുവദനയാക്കിയെടുക്കാൻ പറ്റും? ഈ സദസ്സിലിരിക്കുന്ന ഈമാൻ്റെ ഒരു അംശമെങ്കിലും, കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ള വാപ്പ നീ പറ, ഇത് തെറ്റല്ലേ? ഇത് തെറ്റല്ല, ഇത് തെറ്റാണെന്നറിയാത്ത ഏതെങ്കിലും ഒരു ഇൻസാനുണ്ടോ? എന്നിട്ടും വീട്ടിൽ മേടിച്ചു വെച്ചിരിക്കുക. അതിനർത്ഥം എന്തേ? ധിക്കാരം. അതിനർത്ഥം എന്തേ? എടാ, ഇത് കാണുന്നത് പാപമാണെന്നറിയാം, എന്നിട്ടും മേടിച്ചു വെച്ചേക്കുക, എന്നിട്ട് ഇരുന്ന് കാണുക. അള്ളാൻ്റെ മുന്നിൽ പോയി നിസ്കരിച്ചിട്ട് വീട്ടിൽ പോയിരുന്ന് കാണുന്നു. പെണ്ണുങ്ങൾ നിസ്കാരം കഴിഞ്ഞ് മുസല്ല മടക്കിയിട്ട് ബിസ്മില്ലാ അതിൻ്റെ മുന്നിൽ ഇരിക്കുക. അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ചിന്തയില്ല. അള്ളാഹു എല്ലാം കാണുന്നുണ്ടെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കറിയാം. എന്നിട്ട് ഇത് ചെയ്ത അതിൻ്റെ അർത്ഥം എന്തെന്നറിയോ? അള്ള കണ്ട എനിക്കിവിടെ എന്താ? അതന്നെ. എടാ, പടച്ചവൻ കണ്ട എനിക്കിവിടെ എന്താ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാപ്പ, പഴയ കാലം നല്ല നിലയിലായിരുന്നു, പക്ഷെ ഇപ്പോൾ തെറ്റുകളൊക്കെ നിസ്സാരമായി തള്ളിക്കളയുന്നു. അത് കണ്ണിൻ്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ചില ഉപ്പമാർ ചോദിക്കും, ഉസ്താദെ ഞാൻ കാണാറില്ലല്ലോ. നീ കാണത്തില്ല, നീ നല്ല മനുഷ്യനാ, നീ പള്ളി അസറിന് വന്നാൽ ഇശായിക്ക് പോകൂ, ഹദ്ദാദും കഴിഞ്ഞേ പോകൂ, പോകുന്ന വഴിയിലും ദിക്ർ പറഞ്ഞുകൊണ്ട് വീട്ടിൽ ചെല്ലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പടച്ച റബ്ബിൻ്റെ പരലോകത്തിലെ അള്ളാഹു കരുണ ചെയ്യാത്ത 3 വിഭാഗമുണ്ട്. സംസാരിക്കുക പോലും ചെയ്യൂല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കരുണയുടെ നോട്ടം പോലും അള്ളാഹ് നോക്കില്ല. 3 വിഭാഗം ആൾക്കാർ. അതിലൊന്ന് ഈ സദസ്സിലിരിക്കുന്ന ചില വാപ്പമാരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഇത് വാപ്പയെന്നറിയോ? നിസ്കാരം കഴിഞ്ഞ് ഇശാ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ പെണ്ണുമ്പുള്ള ടി വിയും കണ്ടുകൊണ്ടിരിക്കുക.
താൻ ചെലവിന് കൊടുക്കുന്ന, താൻ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്ന, നാളെ പടച്ച റബ്ബ് ചോദിക്കും ഭാര്യയെക്കുറിച്ച് ഭർത്താവിനോട് വിചാരണ ചെയ്യുമെന്ന്. അപ്പൊ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭാര്യ പിഴച്ചതുപോലെ മക്കളെ കൂടെ പിഴപ്പിക്കാവള്. ഭാര്യ പിഴച്ചതുപോലെ അവള് സീരിയൽ കാണുന്നു, അതിൻ്റെ കൂടെ മക്കളെയും പിടിച്ചിരുത്തിയിട്ട് കാണിക്കാം. അള്ളാഹുവെ, ആ തെറ്റ് തിരുത്തി കൊടുക്കാതെ നീയും കൂടെ പോയിരുന്ന അള്ളാഹു നിനക്ക് എവിടെ തഴമ്പുണ്ടെങ്കിലും വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ, എൻ്റെ ഉമ്മ സീരിയൽ കാണാതെ ഒരു ദിവസം പോലും ഉറങ്ങൂല. എൻ്റെ ഉമ്മ ടി വി എന്ന് പറഞ്ഞാൽ കള്ള് ചിലർക്ക് ലഹരിയായതുപോലെ ഉമ്മ ടി വിയുടെ അടിമയായിരുന്നു. പക്ഷെ ഉസ്താദിൻ്റെ ഈ വയത് കേട്ടിട്ട് എൻ്റെ വാപ്പയെക്കുറിച്ച് എനിക്ക് അഭിമാനമേ ഉള്ളൂ. ആ ചെറുപ്പക്കാരൻ പറയും, എൻ്റെ വാപ്പയെക്കുറിച്ച് എനിക്ക് അഭിമാനമേ ഉള്ളൂ ഉസ്താദെ. എൻ്റെ വാപ്പ ജീവിതത്തിൽ ഒരു നല്ല കാര്യം ചെയ്യുന്നത് ഞാൻ കണ്ടു. എന്തേ? എൻ്റെ ഈ വയത് കേട്ടിട്ട് വീട്ടിലേക്ക് ചെന്നിട്ട് ടി വി എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ച് കളഞ്ഞു. അതോടുകൂടി ഉമ്മാടെ സ്വഭാവം തീർന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തെറ്റ് കണ്ട തിരുത്ത്, അത് നിന്റെ ബാധ്യതയാ. നീ എത്ര വലിയ കൊലകൊമ്പനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പെണ്ണുംപിള്ള പിഴച്ചാൽ പോയി, പെണ്ണുംപിള്ള പിഴച്ചു പോയാൽ പോയി. മഹാനായ ഷെയ്ഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം ദഅവത്ത് നടത്തിയ പ്രവാചകനാണ് നൂഹ് നബി. നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം രാവിലെ ഇറങ്ങും, വൈകുന്നേരം വീട്ടിൽ പോണേ. ഇതുപോലെ 950 വർഷം ദഅവത്ത് നടത്തിയ നൂഹ് നബിയുടെ പെണ്ണുംപിള്ള തലതിരിഞ്ഞു പോയപ്പോൾ മക്കളും തലതിരിഞ്ഞു പോയി. അതന്നെ പ്രവാചകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തൻ്റെ വീട്ടിലെ ഭാര്യ, അള്ളാഹുവെ, അവൾ നശിച്ചു. ലൂത്ത് നബി അലിഹിസ്സലാം, അവിടുത്തെ പ്രവാചകൻ ലൂത്ത് നബിയുടെ ഭാര്യയുടെ അവസ്ഥയും ഇതാ. ഭാര്യ പോയാൽ മക്കളും പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തെറ്റുകളായി കാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കണ്ണുകൊണ്ട് കാണൽ കണ്ണിൻ്റെ വ്യഭിചാരമാ. അള്ളാഹുവെ അവിടെന്ന് പറഞ്ഞു, ചെവിയുടെ വ്യഭിചാരം കേൾക്കല, മോശമായ കാര്യങ്ങൾ കേൾക്കൽ, വൃത്തികേടുകൾ കേൾക്കൽ. അള്ളാഹുവെ, അത് ചെവിയുടെ വ്യഭിചാരം, മോശമായ കാര്യങ്ങൾ പറയൽ നാവിൻ്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, വ്യഭിചാരമില്ലാത്ത വീടുകളില്ല. ഇന്ന് വ്യഭിചാരമില്ലാത്ത വീടുകളില്ല. അല്ലാഹുവേ, പടച്ചവനെ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഉമ്മ ഒരു റൂമില്, മകനൊരു റൂമില്, മകളൊരു റൂമില്, കഥ കടച്ച് കഴിഞ്ഞാ പിന്നെ ഫോണിലൂടെയുള്ള വ്യഭിചാരമാണല്ലോ. അല്ലാ, എന്തെല്ലാം വൃത്തികേടുകളാ പറയുന്നത്. പച്ച സെക്സ് പറയുന്നവരുണ്ടല്ലോ, മണിയറ രഹസ്യം വരെ കാമുകയോട് പറയുന്നവരുണ്ട്, കാമുകനോട് പറയുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ മോശമായ കാര്യങ്ങൾ മുഴുവനും പറയുമ്പോൾ നീ ചിന്തിക്കേണ്ടത് എന്തെന്നറിയുമോ? മലക്കുൽ മൗത്ത് അസ്റായീൽ, അല്ലാഹുവേ, കാലിൻ്റെ തള്ളവിരൽ നിന്ന് റൂഹ് പിടിച്ച് നിന്റെ തൊണ്ടക്കുഴിയുടെ ഭാഗത്ത് കടന്നു വരുമ്പോ ഈ വൃത്തികേട് പറഞ്ഞോ, ഈ പച്ച സെക്സ് പറഞ്ഞോ, ഈ നാവ് പൊക്കിയിട്ട് നിന്നെ കൊണ്ട് പറയാൻ കഴിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പൊങ്ങുവോ ചെറുപ്പക്കാരാ? നിന്റെ ഈ നാവ് പൊക്കിയിട്ട് പച്ചത്തെറി പറഞ്ഞ, വൃത്തികേടുകൾ പറഞ്ഞോ, ഈ നാവ് ഉയർത്തിയിട്ട് നിന്റെ ജീവിതത്തിൽ അത് പറഞ്ഞ സ്വർഗവാ. ആ സമയത്ത് ഒരു പ്രാവശ്യം പറഞ്ഞ സ്വർഗവാ. പറയാൻ കഴിയുമോ പെങ്ങളെ? ഈ മോശമായ കാര്യങ്ങൾ കേൾക്കുന്ന ചെവിയുണ്ടല്ലോ, ആരെങ്കിലും അടുത്ത് നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരുമ്പോ കേൾക്കേണ്ടത് ഈ ചെവി കൊണ്ടല്ലേ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, മോശമായത് കേൾക്കൽ ചെവിയുടെ വ്യഭിചാരമാ, മോശമായത് പറയൽ നാവിന്റെ വ്യഭിചാരമാ, കൈയുടെ വ്യഭിചാരം തൊടലാണ്. അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നത് കൈയുടെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഇന്ന് ഹോബിയാണല്ലോ.
ഇന്ന് തൊടുന്നതൊരു പ്രയാസമില്ലല്ലോ, ഇന്നെല്ലാം ഫ്രണ്ട്ഷിപ്പാണല്ലോ. പടച്ചവനെ അല്ലാഹുവേ, ഇന്നൊക്കെ ഒരു പാപമല്ലാതെ കാണുന്ന കാലവാ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടണമെന്ന് തോന്നിയാ അവളെ തൊടുന്നതിനേക്കാളും നല്ലതെന്തെന്നറിയുവോ? പന്നി എന്ന് പറയുന്ന കാഷ്ടം തിന്നുന്ന മൃഗമുണ്ടല്ലോ, ആ പന്നി എന്ന് പറയുന്ന മൃഗം കാഷ്ടത്തിൻ്റെ അകത്ത് കിടക്കുമ്പോ ഒരു പെണ്ണിനെ തൊടുന്നതിനേക്കാൾ അതിനെ കെട്ടിപ്പിടിച്ച് കിടക്കടാ നല്ലതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 7 വെള്ളത്തിൽ കഴുകിയ ആ പന്നിയെ തൊട്ടത് ശുദ്ധമാകും. അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊട്ട പാപം എവിടെ കൊണ്ട് കഴുകിക്കളയാരാ? എവിടെ കൊണ്ട് കഴുകിക്കളയാനാ? ചെറുപ്പക്കാരാ, ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന ആണും പെണ്ണും പടച്ചവരെ, കയ്യിൽ പിടിച്ചാ, തോളിൽ പിടിച്ചാ, എവിടെ പിടിച്ചാലും ഫ്രണ്ട്ഷിപ്പ് എന്ന ഒരു പേരല്ലേ. ബൈക്കിന്റെ പുറകിൽ കയറ്റി വിടുന്ന വാപ്പമാരുണ്ട്, പ്രായപൂർത്തിയായ പൊന്നുമക്കള്, കുടുംബത്തിലെ അകന്ന ചെറുപ്പക്കാര്. നാട്ടുകാരെയല്ല വാപ്പാ സൂക്ഷിക്കേണ്ടത്, നിന്റെ കുടുംബത്തിലെ അകന്ന ചെറുപ്പക്കാരെയാ. പ്രായപൂർത്തിയായ പൊന്നുമോളെ ബൈക്കിന്റെ പുറകിൽ കയറ്റിവിടുന്ന നിനക്കിത് തിരിയൂല, ഇത് പാപമാണെന്ന് പറഞ്ഞാ വിശ്വസിക്കാൻ നിനക്ക് കഴിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എത്ര വലിയ ഫ്രണ്ട്ഷിപ്പാണെങ്കിലും, എത്ര വലിയ ബന്ധമാണെങ്കിലും പരസ്പരം ശരീരത്ത് തൊട്ടിട്ടുള്ള ബന്ധം വേണ്ട. തൊടുന്നവനോട് പറയണം, എൻ്റെ ശരീരത്ത് തുടരുത്, എനിക്ക് വ്യഭിചരിക്കാൻ പേടിയാ. ഇന്നി അഖാഫുല്ലാ, എനിക്ക് അല്ലാഹുവിനെ പേടിയാണെന്ന് പറയാൻ കഴിയണം ചെറുപ്പക്കാരാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു, വലിയ സ്നേഹമായിരുന്നു. കാരണം ബാങ്ക് വിളിക്കുമ്പോ ഒന്നാമത്തെ സഫിലിരിക്കുന്ന ചെറുപ്പക്കാരനാ. ഉമർ തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാ. ഒരിക്കൽ ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് തൻ്റെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ, ആരും കാണാതെ ഇരുട്ടുള്ള ഒരു വഴിയിലൂടെ ഈ ചെറുപ്പക്കാരൻ തൻ്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ, യുവത്വത്തിൻ്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരിയായ പെണ്ണ് ഓടി വന്നിട്ട് ഈ ചെറുപ്പക്കാരന് തൻ്റെ മാറിടത്തിലേക്ക് അങ്ങ് ചേർത്ത് പിടിക്കുകയാ. ഓടി വന്നങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, എൻ്റെ മോഹമൊന്ന് സാധിച്ചു തരുവോ? ആരും കാണില്ല, ഇരുട്ടാണല്ലോ, ഞാൻ ആരോടും പറയില്ല, എൻ്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരാൻ ചോദിക്കുമ്പോ, അല്ലാഹുവേ, ആ ചെറുപ്പക്കാരൻ്റെ കൈകാലുകൾ കിടന്ന് വിറക്കുകയാണ്, കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാ. ഹസ്റത്ത് ദുനിയാ വൽ ആഖിറ, എൻ്റെ ദുനിയാവും ആഖിറവും പോയല്ലോ റബ്ബേ, എൻ്റെ ശരീരത്തിൽ ഒരു പെണ്ണ് തൊട്ടല്ലോ അല്ലാ. കരഞ്ഞ് 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 ബോധം കെട്ടി വീഴുകയാ. താഴേക്ക് ബോധം കെട്ടി വീഴുമ്പോ സുന്ദരിയായ പെണ്ണ് കളഞ്ഞിട്ട് ഓടുകയാണ്. ബോധമില്ലാതെ വഴിയിൽ കിടന്ന ചെറുപ്പക്കാരന് വഴിയാത്രക്കാരെടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുചെന്നു. തൻ്റെ പൊന്നാര മകന് ബോധം തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിച്ചു, എന്തേ പൊന്നുമോന്? വാപ്പ ചോദിച്ചു, എന്തേ പൊന്നുമോനെ? വാപ്പാ, ഞാൻ വ്യഭിചാരിയായി പോയി വാപ്പാ, ഞാൻ അള്ളാന്റെ നരകത്തിലായി പോയല്ലോ. നടന്നത് മുഴുവനും കരഞ്ഞു വിളിച്ചുകൊണ്ട് പറയുമ്പോ വാപ്പ പറഞ്ഞു, നീ തെറ്റുകാരനല്ല, അവൾ ഇങ്ങോട്ട് പിടിച്ചതല്ലേ, നീ അള്ളാനെ ഭയന്നു മാറിയവനല്ലേ, അതുകൊണ്ട് പടച്ചവൻ നിന്നെ ശിക്ഷിക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പൊന്നുമോന് പിന്നെയും കിടന്ന് കരഞ്ഞു വിളിക്കുകയാണ്. അവസാനം പറഞ്ഞു, വാപ്പാ, ഉമർ തങ്ങളോട് മസല ചോദിക്ക്, ഉമർ തങ്ങളോട് മസല ചോദിക്ക്. വാപ്പ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലെത്തി നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു അവന് പുറത്തു കൊടുക്കും, അവൻ അങ്ങോട്ട് കയറി പിടിച്ചതല്ല, അവൾ ഇങ്ങോട്ട് കയറി പിടിച്ചതാ. വാപ്പ തന്റെ വീട്ടിലേക്ക് നടന്നു വരുമ്പോ കണ്ട കാഴ്ച എന്തെന്നറിയോ?
പടച്ചവനെ, ഞാൻ തെറ്റുകാരനായി പോയല്ലോ അല്ലാ. ഇന്ന് വീടിൻ്റെ അകത്ത് കിടന്ന് കരഞ്ഞ് 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 നെഞ്ച് പൊട്ടികെട്ട് മരിച്ചു കിടക്കുകയാ, ഹൃദയം പൊട്ടികെട്ട് മരിച്ചുപോയി. അവസാനം ആ ചെറുപ്പക്കാരൻ്റെ ജനാസ ഖബറിൻ്റെ അകത്തേക്ക് ഇറക്കുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. മോനെ, രണ്ട് സ്വർഗമുണ്ടടാ. അന്യ പെണ്ണ് ശരീരത്ത് തൊടുമ്പോ ഇത് പാപവാ, എനിക്ക് അല്ലാഹനെ പേടിയാ. കണ്ടവന്റെ ബൈക്കിന്റെ പുറകിൽ കയറി പോകാൻ വാപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും, ഉമ്മ വ്യഭിചരിക്കാനാ നിങ്ങൾ പറയുന്നത്, എനിക്ക് വ്യഭിചാരം പേടിയാ. ഇന്നി അഖാഫുല്ലാ, എനിക്ക് പടച്ച റബ്ബിനെ പേടിയാണെന്ന് പറഞ്ഞോ, അല്ലാഹു നിങ്ങൾക്ക് രണ്ട് സ്വർഗം തരുമെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, കാലിന്റെ വ്യഭിചാരം നടക്കലാണ്, കാമുകിയുടെ കൂടെ വൃത്തികേടുകൾ കാണാ. പടച്ചവനെ, അല്ലാഹു തന്ന കാലുകൊണ്ട് നടന്നു പോകുന്നത് നിന്റെ കാലിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അബൂ ഹുറൈറ ഇത്തഖിൽ മഹാരിമ തകുൻ ഗുബദന്നാസ്, ഹറാമുകളെ സൂക്ഷിച്ചാ നിനക്ക് അല്ലാഹു സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഹറാമുകൾ, പ്രത്യേകിച്ച് വ്യഭിചാരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കള്ളുകുടി അതൊക്കെ പിന്നെ ഇന്ന് പാവമല്ല. കള്ളുകുടിക്കാൻ ഗവൺമെൻറ് തരാൻ അനുവാദം തന്നിരിക്കുക. കള്ളുകുടിക്കുന്നൊരു പാവമല്ലാതെ കാണുന്ന കാലം അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പടച്ചവൻ, ഇപ്പം പിന്നെ കള്ളുകുടിയൊന്നുമില്ല, അതൊക്കെ മാറി. കള്ളുകുടിയൊക്കെ പണ്ടായിരുന്നു, ഇപ്പം പിന്നെ മയക്കുമരുന്നും കഞ്ചാവും അടിക്കുന്നു. പണ്ടൊക്കെ പ്രായമുള്ളവർ, ഇപ്പം സ്കൂളിൽ പഠിക്കണ മക്കൾ വരെ ചുണ്ടിൻ്റെ അടിയിൽ അവിടെ ഇവിടെ ഒക്കെ വെച്ചുകൊണ്ട് നടക്കാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പാപ്പ, നിനക്കറിയാഞ്ഞിട്ടാ, പണ്ട് പേവെള്ളം അടിച്ചാൽ ആ നാറ്റമെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പം അതൊന്നുമില്ല. ഇപ്പം നാറ്റമൊന്നുമില്ല. ചുണ്ടിൻ്റെ അടിയിൽ മുറിവിനകത്ത് വരെ കയറ്റിവെക്കാം. മുറിവിൻ്റെ അകത്ത് വരെ കയറ്റിവെക്കുന്ന പുതിയ പുതിയ വെറൈറ്റി സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതിലൊന്നും പോയി പെട്ടുപോകരുത്. ഇതിലൊന്നും പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 വിഭാഗം ആൾക്കാർ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കൂല. 3 വിഭാഗം ആൾക്കാർ ഒരു കാലത്തും സ്വർഗത്തിൽ കിടക്കൂല, ആത്മാർത്ഥമായി തൗബ ചെയ്താൽ ഒഴികെ. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം നിന്റെ തൊണ്ടയ്ക്ക് താഴെ ലഹരി വസ്തു ഇറക്കുന്നവനാണെങ്കിൽ നീ രക്ഷപ്പെടൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഈമാനില്ലല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ അവന് ഈമാനില്ല, ഈമാൻ അങ്ങ് ഊരി മാറ്റുമെന്നാ. ലഹരി വസ്തുക്കൾ ഒരു മനുഷ്യൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റി. 40 ദിവസം ദുആയ്ക്ക് ഇജാബത്തില്ല. 40 ദിവസം ദുആ ചെയ്താൽ അള്ളാഹു അവൻ്റെ ദുആയ്ക്ക് ഇജാബത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ അള്ളാഹു ഒരു നല്ല മരണം, കള്ളു കുടിക്കുന്ന കഞ്ചാവടിക്കുന്നവനെ നിനക്കല്ല ഒരു നല്ല മരണം ഒരു കാലത്തും തരൂല്ല. നിന്റെ ജനാസ കൊണ്ടുപോയി പള്ളിക്കകത്ത് കബറടക്കി, എന്നിട്ട് എല്ലാവരുടെയും തല കിബിലയുടെ ഭാഗത്തേക്ക് തിരിച്ചു വെക്കും. നിന്റെ മുതുകുടിയനായ നിന്റെ തലയും തിരിച്ചു വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പോയി മാന്തി നോക്കടാ, അവൻ്റെ തല കിബിലയ്ക്ക് നേരെ കിടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ല. കിബിലയുടെ നേരെ നിന്റെ തല കിടക്കൂല, തിരിഞ്ഞു തന്നെ കിടക്കും. നീ എങ്ങനെയാ വരുന്നതെന്നറിയോ? നാളെ പരലോകത്ത് കടന്നു വരുന്നത് പേപ്പട്ടിയുടെ കോലത്തിലെ നാക്കിങ്ങനെ നീട്ടിയിട്ട് ഈള ഒലിപ്പിച്ച് പുഴുത്ത് നാറിയവനെ പോലെ നാളെ പരലോകത്ത് നീ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. നിനക്ക് അള്ളാൻ്റെ സ്വർഗം കിട്ടൂല. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവൻ അള്ളാൻ്റെ സ്വർഗമില്ല. നീ നരകത്തിൽ എവിടാ കിടക്കുന്നത്? നഹുറുൽ ഹിബാൽ എന്ന് പറയുന്ന നരകത്തിൻ്റെ അടിത്തട്ടിൽ ഒരു നദിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തൻ്റെ സഹാബത്ത് ചോദിച്ച്, നബിയെ, ഈ നഹുറുൽ ഹിബാൽ എന്ന് പറഞ്ഞാൽ എന്താ? നരകവാസികളുടെ ചീഞ്ചലം ഒഴുകുന്ന നദിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ കള്ളുകുടിയന്മാരാണെന്ന് ഞാൻ പറയൂല, നിങ്ങൾ കള്ളുകുടിയന്മാരാണെന്ന് ഞാൻ പറയില്ല.
പക്ഷേ 10 വിഭാഗം ആൾക്കാർ കള്ളു കുടിച്ചില്ലെങ്കിലും കള്ളുകുടിയന്മാരുടെ കൂടെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. കള്ളു കുടിച്ചില്ലെങ്കിലും 10 വിഭാഗം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അവിടെ നിന്ന് പറയുന്നു, മൻ ശരിബൽ ഖംറ ഫലാ തുസവ്വജു, കള്ളുകുടിയന് നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ആയിഷ ബീബി റളിയല്ലാഹു 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനാ പറഞ്ഞേ, നീ പോറ്റി വളർത്തിയ നിന്റെ പൊന്നുമക്കളെ കള്ളുകുടിയന് കെട്ടിച്ചു കൊടുക്കല്ലേ, നീ അവനെ കെട്ടിച്ചു കൊടുക്കൂ. ഒരു 40 അടിക്കുന്നവൻ 60 അടിക്കുന്നവൻ, ഇന്ന് അതൊക്കെ ഒരു ഫാഷനാ. ചോദിക്കുമ്പോൾ പറയും, അത് എല്ലാവരും കൂടെ നിർബന്ധിക്കുമ്പോൾ അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ ഞാൻ ഇത്തിരി കഴിക്കാറുണ്ട്, കുഴപ്പമില്ലെന്നാ അല്ലേ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവനെ വിവാഹം കഴിച്ചു കൊടുക്കല്ലേ. വൈൻ മരില ഫലാ തഊദു, അവൻ ചാകാൻ കടന്നാ കാണാൻ പോകല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹി എന്താ പറഞ്ഞേ? കള്ളു കുടിച്ച് ചാകാൻ കിടക്കുന്നവനെ കാണാൻ പോലും പോകരുത്. ആരാ പറഞ്ഞേ? അബൂജഹലിനെ കാണാൻ പോയ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അബൂജഹല് പനി പിടിച്ച് കിടന്നപ്പോൾ അബൂജഹല് പറഞ്ഞെന്നാ വീടിന്റെ മുന്നിൽ കുഴിയെടുത്തിടാ, മുഹമ്മദ് എന്തായാലും എന്നെ കാണാൻ വരുമോ, കുഴിക്കകത്തിട്ട് എറിഞ്ഞു വന്നേക്കാൻ. അങ്ങനെ പറഞ്ഞവനെ പോലും കാണാൻ പോയ റസൂലുള്ളാഹി പറഞ്ഞ, വൈൻ മരില ഫലാ തഊദു, അല്ലാഹുവേ തൗബ ചെയ്യാതെ കുടിച്ച് ചാകാൻ കിടക്കുമ്പോഴും നന്നാകാൻ മനസ്സില്ല, അവൻ അപ്പോഴും കുടിക്കാനാ നോക്കണേ, നീ അവനെ കാണാൻ പോകല്ലേ. വൈൻ മാത്ത ഫലാ തുസല്ലി അലൈഹി, അവൻ്റെ മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ല, അവൻ്റെ ജനാസയുടെ പുറകിൽ നടക്കാൻ പാടില്ല, അവൻ്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് കവറടക്കരുത്, നിങ്ങൾ അവനോട് സലാം പറയരുത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതേ പറഞ്ഞേ, അവൻ്റെ മയ്യത്ത് പോലും അവൻ്റെ ജനാസ പോലും നിസ്കരിക്കരുത്. ആലോചിക്കുക, പള്ളി കമ്മിറ്റിക്കാരന്മാർ വരെ കള്ളു കുടിക്കണ കാലമാ. കമ്മിറ്റിക്കാർ വരെ കള്ളുകുടിയന്മാരാ. പണ്ടായിരുന്നു അള്ളാൻ്റെ പള്ളിക്കൊക്കെ ഹിദ്മത്ത് ചെയ്യണം, ഇപ്പം അതൊക്കെ പള്ളി പരിപാലനൊക്കെ മാറിയിട്ട് പള്ളി ഭരണമായി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പണ്ടായിരുന്നു പള്ളി പ്രസിഡൻ്റൊക്കെ ആകാൻ. നല്ല ആൾക്കാർ ചെന്നിട്ട് പറയും, വാപ്പ നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ്, പടച്ചോനെ എനിക്ക് വയ്യ, കയ്യും പൊത്തിയിട്ട് രക്ഷപ്പെടാനാണ് നോക്കണേ. ഇന്ന് പ്രസിഡന്റ് ആകാൻ പൈസ അങ്ങോട്ട് കൊടുക്കണ കാലവാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവിടെ നിന്ന് പറഞ്ഞ് കള്ളുകുടിയനെ പള്ളിയിൽ പോലും അടക്കാൻ പാടില്ലെന്നാ. നിങ്ങൾ അവിടെ നിന്ന് കള്ളുകുടിയനെ ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, വീട്ടിൽ വിളിച്ചിരുത്തിയിട്ട് വിളമ്പി കൊടുക്കുന്നവരുണ്ട് കുടിയന്മാർക്ക്. അവിടെ നിന്ന് പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു കള്ളുകുടിയന് ഒരുള്ള ഭക്ഷണം കഴിക്കാൻ കൊടുത്താൽ നിന്റെ പെറ്റ തള്ളയെ വ്യഭിചരിച്ചതിന് തുല്യമാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത്ര കുടിയന്മാർക്ക് ഞാൻ നിങ്ങൾ ആഹാരം കൊടുത്തിട്ടുണ്ട്. 5 നയാ പൈസ അവന് കൊടുക്കരുത്, 5 നയാ പൈസ അവന് കൊടുക്കരുത്, അവൻ്റെ കൂടെ നടക്കരുത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, കള്ളുകുടിയൻ്റെ കൂടെ നടക്കുന്നവൻ നാളെ പരലോകത്ത് വരുന്നത് അന്ധനെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണ് കാണാത്തവനെ പോലെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഹറാമുകൾ ഒഴിവാക്ക്. കള്ളു കുടിക്കൂല, മയക്കുമരുന്ന് ഉപയോഗിക്കില്ല. പക്ഷേ നമ്മളിൽ പലരും വീടി വലിക്കുന്നവരാ. വീടി വലിക്കൂലേ? വീടിയും സിഗരറ്റൊക്കെ വലിക്കൂലേ? എന്തേ, അത് ലഹരിയല്ലേ? ഇതേ വാപ്പ, അത് ലഹരിയല്ലേ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വീടി വലിക്കുന്നത്, സിഗരറ്റ് വലിക്കുന്നത് നല്ലതാണോ? ഹറാമാണെന്ന് ഞാൻ പറയില്ല, ഹറാമൊന്നുമല്ല, എങ്കിലും അത് നല്ലതല്ല, കറാഹത്താണെന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. 40 പ്രാവശ്യം ഒരു കറാഹത്ത് ചെയ്യുമ്പോൾ അതൊരു ഹറാമിൻ്റെ സ്ഥാനത്താകും. 100 പ്രാവശ്യം ചെയ്യുമ്പോൾ അതൊരു വൻപാപത്തിൽ പെടൂല്ലേ? നിർത്താറായില്ലേ? ഇതെവിടെ നിന്നാ ഈ ലഹരി വസ്തുക്കൾ, ഈ നിന്റെ ചുണ്ടത്ത് വെച്ച് വലിക്കുന്ന ഈ വീടി എവിടെ നിന്നാ ഉണ്ടായേ? അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ശൈത്താനെ ശപിച്ചു അത്രേ. ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാതെ വരുമ്പോൾ, നിന്നെ ഞാൻ ശപിക്കപ്പെട്ടവനെ എന്ന് വിളിച്ചപ്പോൾ അവൻ നിന്നു മൂത്രമൊഴിച്ചെന്ന. ഇബ്ലീസ് പേടിച്ചിട്ട് മൂത്രമൊഴിച്ചു. ആ മൂത്രമൊഴിച്ച സ്ഥലത്ത് നിന്നാ വാപ്പ ഇതെല്ലാം ഉണ്ടായത്. നീ ചുണ്ടത്ത് വെച്ച് വലിക്കുന്നത് അവൻ്റെ മൂത്രത്തിൽ നിന്നുണ്ടായ സാധനമാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, നല്ലത് മാത്രം ചിന്തിക്ക്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പവഴി വൻപാപങ്ങൾ സൂക്ഷിക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പം പിന്നെ കള്ള് ചികിത്സയൊക്കെ ഉണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു രോഗത്തിനും ശിഫ കള്ളിലില്ല. ഇത് ഹദീസിലുണ്ടല്ലോ, ഒരു രോഗത്തിനും കള്ളിൽ ശിഫയില്ലെന്ന. പിന്നെ വെറുതെ കുടിച്ച് സമയം കളയണ്ട. ഹദീസിൻ്റെ കിതാബിൽ കാണാം, ഒരു മനുഷ്യൻ്റെ തൊണ്ടക്കുഴിയിൽ ഭക്ഷണം കുടുങ്ങി, വെള്ളം കുടിച്ചില്ലെങ്കിലും മരിച്ചു പോകും, കള്ളു മാത്രമേ ഉള്ളൂ. ആ സമയത്തൊരു മനുഷ്യൻ അങ്ങനെ ഇരുന്ന് മരിച്ചുപോയ ഓന് ഷഹീദിൻ്റെ കുരിയുണ്ടെന്ന. എന്നായാലും ഞാൻ കള്ളു കുടിക്കില്ല, മരിക്കേണ്ടി വന്നാലും കുടിക്കില്ല എന്ന് കരുതി മരിച്ചാലും പ്രതിഫലം ഇല്ല. പണ്ഡിതന്മാർ പറയുന്നു, പട്ടിയുടെ മൂത്രം കിട്ടുമെങ്കിൽ അത് നോക്ക്, എന്നാൽ ഇത് കുടിക്കരുതെന്ന.
പട്ടിയുടെ മൂത്രം കിട്ടുമെങ്കിൽ അതെടുത്ത് കുടിക്കുക, എന്നാലും കള്ള് കുടിക്കരുത്. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും നല്ലതുപോലെ പഠിക്കുന്നൊരു കുട്ടിയുണ്ട്. പെട്ടെന്ന് മരണസമയത്ത് കിടക്കുമ്പോൾ ഉസ്താദ് അടുത്ത് എന്നിട്ട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവൻ പറഞ്ഞു ഞാൻ പറയൂല. ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുന്നു. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല ഞാൻ പറയൂല, കാഫിറായിട്ട് മരിച്ചുപോയി. ഉസ്താദിന് വലിയ വിഷമമായി. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്തു, പടച്ചവനെ എൻ്റെ ശിഷ്യനെ എനിക്കൊന്ന് സ്വപ്നം കാണിച്ചു തരണം. 40ൻ്റെ അന്ന് സ്വപ്നം കണ്ടു. 40ൻ്റെ അന്ന് സ്വപ്നം കണ്ടു. അവിടെ നിന്ന് ചോദിച്ചു എന്തേ മോനെ? അവിടെ നിന്ന് പറഞ്ഞു ഉസ്താദെ എനിക്കൊരു രോഗമുണ്ടായിരുന്നു. വൈദ്യന്മാരെ പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞു എല്ലാ വർഷവും ഒരു ദിവസം ഒരു ഗ്ലാസ് കള്ള് കുടിച്ചാൽ നിന്റെ രോഗം മാറും. ഞാൻ കുടിക്കുമായിരുന്നു, എൻ്റെ ആക്കിബത്ത് മോശമായത് അതുകൊണ്ടാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു ഹറാമുകൾ ജീവിതത്തിൽ ഉപേക്ഷിച്ചാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് രണ്ടാമതായി പറയുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അബാ ഹുറൈറ വർള ബിമാ ഖസമല്ലാഹു ലക തകുന്ന ഗിനന്നാസ് ഖാല നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് സ്വർഗമുണ്ടെന്ന അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ ഒരു മനസ്സ് നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരാകുമായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വർഗം കിട്ടുമെന്ന ആരോടെങ്കിലും അസൂയ ഉണ്ടോ? നമുക്കാണെങ്കിൽ പിന്നെ അസൂയ, അല്ല പ്രാവുക, ഇവനൊന്ന് നശിച്ച് കാണണേ അല്ല, ഇവനൊന്ന് എത്തിക്കാനയിലാകണേ അല്ല, ശാപം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു മറ്റൊരു മനുഷ്യന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് നീ അസൂയ വെച്ചിട്ട് നിനക്കെന്ത് കിട്ടാനാ? എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഞാൻ കിടന്നപ്പോൾ അള്ളാഹുവെ ഒരു മലക്ക് വന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ തിന്നേണ്ട ഭക്ഷണത്തിൻ്റെ മുകളിൽ എൻ്റെ പേര്, ഞാൻ എത്ര വയസ്സുവരെ ജീവിക്കും, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോഴേ എഴുതി വെച്ചിരിക്കുക. ഞാൻ കഴിക്കേണ്ട ഭക്ഷണം നിങ്ങൾ ആരെങ്കിലും കഴിക്കുമോ? പറചങ്ങാതിമാരെ കഴിക്കുമോ? കഴിക്കുമോ? ഉറക്കെ പറ. എൻ്റെ പേരെഴുതിയ ഭക്ഷണം നിങ്ങൾ കഴിക്കുമോ? നിങ്ങളുടെ പേരെഴുതിയത് ഞാൻ കഴിക്കുമോ? എനിക്ക് കിട്ടേണ്ട 1 രൂപ നിങ്ങൾക്ക് കിട്ടുമോ? നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ എനിക്ക് കിട്ടുമോ? കിട്ടൂല. ഇതെല്ലാവർക്കും അറിയാം. എന്നിട്ട് നീ എന്തിനാ അസൂയ വെക്കുന്നത്? എനിക്ക് അള്ളാഹു എഴുതിയത് എനിക്ക്, നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾക്ക്, ലോകത്ത് വേറെ ആർക്കും കിട്ടൂല. പിന്നെയും നിങ്ങൾ അസൂയ വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തെന്നറിയോ? അല്ലാ നീ നീതിമാനല്ല പടച്ചവനെ, നീ കാണിച്ചത് ശരിയായില്ല, അവന് മാത്രം കൊടുത്തു എനിക്ക് തന്നില്ല. അല്ല നീതിമാനല്ലെന്നാ നീ പറയുന്നത്. അള്ളാഹു നീതിമാനാണ്, നീ പറയുന്നതല്ലെന്ന്. കാരണം നീ അവന് കൊടുത്തു എനിക്ക് തന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു മറ്റൊരു മനുഷ്യന് കൊടുക്കുന്ന അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെക്കുന്നവന് അള്ളാഹു ദുനിയാവിൽ 3 ശിക്ഷ കൊടുക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തോടുകൂടി നിന്റെ അസൂയ മാറ്റിക്കൊള്ളണം. ഈ ലോകത്ത് നിനക്ക് ആരോടെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ അതിന്നും മാറ്റിക്കോ. നിനക്ക് അള്ളാഹു 3 ശിക്ഷ തരും. 1, നിനക്കൊരു കാലത്തും അള്ളാഹു സമാധാനം തരത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമാധാനം അള്ളാഹു തരില്ല. 2, നിന്റെ കൽബിന് അള്ളാഹു ദാരിദ്ര്യം തരും. നിന്റെ കൽബിന് പടച്ചവൻ ദാരിദ്ര്യം തരും. 3, എൻ്റെ പ്രിയമുള്ളവരെ, നീ ഇപ്പം നിങ്ങൾ ആരെങ്കിലും മറ്റൊരു മനുഷ്യൻ അള്ളാഹു കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെച്ച അള്ളാഹു അവനെ പന പോലെ നിന്റെ മുന്നിൽ വളർത്തി കാണിക്കും. അള്ളാഹു അവൻ എല്ലാ അനുഗ്രഹങ്ങളും വാരി വാരി കൊടുക്കും. ഇപ്പം തൻ്റെ കടയുടെ മുന്നിൽ ഒരു കടയുണ്ട്, ഇവിടെ ഇരുന്നിട്ട് അവനെ ഇങ്ങനെ പ്രാക്ക 24 മണിക്കൂറും. എങ്കിൽ അവൻ ആകെ ഒരു കടയുണ്ടായിരുന്നുള്ളൂ, ഒന്നുകൂടെ നിന്റെ കണ്ണിൻ്റെ മുന്നിൽ തുറക്കും. 2 കടയുടെ മുതലാളിയാകും അവൻ. നിൻ്റെതോ ഉള്ളതും പൂട്ടിപ്പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട് പറയുകയാ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരെന്നറിയുമോ? കോടിക്കണക്കിന് രൂപയുള്ളവനല്ല, 2 നില വീടുള്ളവനല്ല, സഞ്ചരിക്കാൻ വാഹനമുള്ളവനല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന വർള ബിമാ ഖസമല്ലാഹു ലക തകുന്ന ഗിനന്നാസ്. അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്ന മനുഷ്യന് സ്വർഗമുണ്ടെന്ന് പ്രവാചകൻ പറയുമ്പോ, എൻ്റെ പ്രിയമുള്ള സഹോദരാ, എന്തിനാ നീ ചിന്തിക്കുന്നത്?
ചിന്തിക്കാത്തതെന്ത്? അള്ളാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാത്തതെന്ത്? എന്തിനാ 2 നില വീട്ടുകളിലേക്ക് നോക്കുന്നത്? 2 നിലയുള്ള വീട്ടിലേക്ക് നീ നോക്കുന്നത് എന്തിനാണ്? നിനക്ക് കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു വീട് അല്ലാഹു തന്നല്ലോ. വാടക വീട്ടിൽ കിടക്കുന്ന എത്രയോ പാവങ്ങളുണ്ട്. നിന്റെ കൂടപ്പിറപ്പ് പോലും വാടക വീട്ടിൽ കിടക്കുന്നു. അല്ലാഹു നിനക്ക് സ്വന്തമായിട്ടൊരു സെന്റെങ്കിലും തന്നല്ലോ. അൽഹംദുലില്ലാഹ്. ഇനി വാടക വീട്ടിലാണ് കിടക്കുന്നതെങ്കിൽ നീ ചിന്തിക്കണം, പടച്ചവനെ, കടത്തിണ്ടയിൽ എത്രയോ പാവങ്ങൾ കിടക്കുന്നുണ്ട്. എനിക്ക് വാടകയ്ക്കാണെങ്കിലും കിടക്കാൻ ഒരു ഭവനമുണ്ടല്ലോ. എൻ്റെ ചെറുപ്പക്കാരാ, അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്ക്. എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കൊരു വിചാരമുണ്ട്, പണമുണ്ടെങ്കിലേ ജീവിതത്തിൽ സന്തോഷമുള്ളൂ. ജീവിതത്തിൽ സന്തോഷം കിട്ടണമെങ്കിൽ പണം വേണം. നിന്റെ തെറ്റിദ്ധാരണയാണുമ്മ. പണത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടല്ലേ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞ ഒരു പെണ്ണ് സ്വർഗത്തിലാണ്, ഒരു പെണ്ണ് സ്വർഗത്തിലാണ്, ഒരു പെണ്ണിന് സ്വർഗമുണ്ട്. ഏത് പെണ്ണിനെന്നറിയുമോ? രാവിലെ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന ഭർത്താവിൻ്റെ കയ്യിൽ പിടിച്ചിട്ട്, രാവിലെ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന ഭർത്താവിൻ്റെ കയ്യിൽ പിടിച്ചിട്ട്, ഹറാമിൻ്റെ ഭക്ഷണവോ പൈസയോ ഈ വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുവരല്ലേ എന്ന് രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിനെ ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം വിശന്ന് വലഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി വരികയാ. അല്ലാഹുവിൻ്റെ പ്രവാചകന് വിശന്ന് വലഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആയിഷ, കടിക്കാ വല്ലതുമുണ്ടോ ആയിഷ? എനിക്കെന്തെങ്കിലും ഒന്ന് കഴിക്കാ തരുമോ ആയിഷ? പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം ചോദിക്കുമ്പോ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ മാറി നിൽക്കുകയാ. കാരണം ഭർത്താവിന് കൊടുക്കാൻ ഭക്ഷണമില്ല. ഭർത്താവ് വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, കഴിക്കാൻ എന്തെങ്കിലും തരുവോ? കൊടുക്കാനില്ലാതെ ആയിഷ ബീവി മാറി നിൽക്കുകയാണ്. പ്രവാചകം ചോദിച്ചു, എങ്കിലും കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും താ ആയിഷ. മുഖം പൊത്തിപ്പിടിച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടെ നിന്നുകൊണ്ട് പൊട്ടിക്കരയുകയാ. ഭർത്താവിന് കൊടുക്കാൻ വെള്ളമില്ല. വാപ്പാ, നിനക്കല്ല അങ്ങനെ ഒരു ഗതി തന്നിട്ടുണ്ടോ? നിന്റെ വീടിൻ്റെ അകത്ത് ഭർത്താവും മക്കളും ചോദിക്കുമ്പോ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കാൻ ഭക്ഷണമില്ലാത്ത ഒരു ദിവസം അല്ലാഹു നിനക്ക് നൽകിയിട്ടുണ്ടോ? നീ ജീവിതത്തിൽ ഇന്ന് വരെ ഭക്ഷണം കഴിക്കാനില്ലാതെ പച്ചില പറിച്ച് കഴിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് കഴിച്ചു വാപ്പാ. കഴിക്കാൻ ഭക്ഷണമില്ലാതെ പച്ചില പറിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനും കുടുംബവും കഴിച്ചു പോയെങ്കിൽ, എൻ്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹുവേ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ തൻ്റെ വീടിൻ്റെ അകത്തൊരു മാവ് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി റൊട്ടി കടിക്കാൻ സമയമായപ്പോ തൻ്റെ വാപ്പാന് കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹുവേ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ ഒരു റൊട്ടിയുടെ പകുതിയുമായിട്ട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിലേക്ക് കടന്നു വന്നു. വാപ്പാ, ഇത് എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയതാണ്, വാപ്പാന് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കരളൻ്റെ കഷ്ടമായ പൊന്നുമോള് ഒരു ചപ്പാത്തിയുടെ പകുതി കൊണ്ടുവന്നിട്ട് പ്രവാചകന്റെ കയ്യിൽ കൊടുക്കുമ്പോ അള്ളാന്റെ റസൂൽ എന്തേ ചെയ്തതെന്നറിയുവോ? ആ ഭക്ഷണത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് നിന്ന് കരയുകയാ. റസൂലുള്ള കരയുകയാ. എന്തേ വാപ്പാ, എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ റസൂലുള്ള പറയുന്നു, മോളെ ഫാത്തിമ, 3 ദിവസത്തിന് ശേഷം നിന്റെ വാപ്പ കാണുന്ന ആദ്യത്തെ ഭക്ഷണമാണ് ഫാത്തിമ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, പൊന്നു പെങ്ങളെ, എങ്ങനെ ജീവിക്കണമെന്നറിയുവോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രവാചകന് ഏറ്റവും വലിയ സ്നേഹമുള്ള ഭാര്യ ആരായിരുന്നെന്നറിയുവോ? ഏറ്റവും കൂടുതൽ സ്നേഹം ഖദീജാനെയായിരുന്നു. പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. മരിക്കുന്ന കാലം വരെ ഖദീജാനെ മറന്നില്ല. മരിക്കുന്ന കാലം വരെ ഖദീജാനെ മറന്നില്ല. അതിന്റെ കാരണം എന്തെന്നറിയുമോ? പടച്ചവനെ പ്രബോധനവുമായി പ്രവാചകന് കടന്നു ചെന്നപ്പോ അവിടെ നിന്ന് ഉരുവിലക്കുകയാണ്. ഖുറൈശികൾ അല്ലാഹുവിന്റെ പ്രവാചകനെയും കുടുംബത്തെയും ശൈബു അബീ താലിബിന്റെ മരഞ്ചെരുവിലേക്ക് ആട്ടിയോടിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖദീജ, മക്കളെയും കൂട്ടിയിട്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ ഖദീജ. മക്കളെയും കൂട്ടിക്കെട്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ. കാരണം ഖദീജ കോടീശ്വരിയായിരുന്നു. ജീവിതത്തിൽ പട്ടിണി കിടന്നിട്ടില്ല. ദുഃഖമെന്താണ്, ദുരിതമെന്താണെന്ന് ഖദീജ അറിയില്ല. അങ്ങനെ ജീവിച്ച ഭാര്യയോട് പ്രവാചകൻ പറയുന്നു, എൻ്റെ കൂടെ വന്നാ വല്ലാത്ത പ്രയാസമാ, നിനക്ക് സഹിക്കാൻ കഴിയില്ല. മക്കളെയും കൂട്ടിക്കെട്ട് വീട്ടിലേക്ക് പോകാൻ പറയുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ, എന്നെ പറഞ്ഞു വിടല്ലേ നബിയേ, എന്നെ ആട്ടി ഓടിക്കല്ലേ നബിയേ. ജീവിക്കാനാണെങ്കിൽ ഒരുമിച്ച്, ഇനി മരിക്കാനാണെങ്കിലും ഞാനുണ്ട് നബിയേ. പട്ടിണി കിടക്കാനും ഈ ഖദീജ തയ്യാറാ. പെങ്ങളെ, നീയും അങ്ങനെയാകണം പൊന്നുമോളെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അവിടുന്ന് പിൽക്കാലത്ത് സ്വഹാബികളോട് പറഞ്ഞു, ലൗകാന ഇൻദനാ ദുഹിനുൻ, എൻ്റെ വീടിൻ്റെ അകത്ത് വിളക്കിൻ്റെ അകത്തൊഴിക്കുന്ന എണ്ണ എങ്ങാണം ഉണ്ടായിരുന്നെങ്കിൽ ദാഹം കാരണം, വിശപ്പ് കാരണം ഞാൻ അതുപോലും എടുത്തു കുടിക്കുമായിരുന്നു സ്വഹാബ. വിളക്കിൻ്റെ അകത്തൊഴിക്കുന്ന എണ്ണ പോലുമില്ല. പരിശുദ്ധമായ റബീഉൽ അവ്വൽ 11 റസൂലുള്ള വഫാത്താകുന്നതിന്റെ തലേ ദിവസം വീടിൻ്റെ അകത്ത് വിളക്ക് കത്തിച്ചില്ല. എൻ്റെ ഉപ്പമാരെ, നബിയോടുള്ള മഹബത്ത് പറയുന്ന ഉപ്പമാരെ, ഹൃദയം നിറച്ചു പ്രവാചകനെ കൊണ്ട് നടക്കുന്ന പെങ്ങളെ, ഓരോ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോഴും പ്രവാചകന്റെ മദ്ഹ് മാത്രം പറഞ്ഞാ പോരാ, ആ പ്രവാചകന്റെ ജീവിതവും പഠിക്കണം മനുഷ്യ. റബീഉൽ അവ്വൽ 11 റസൂലുള്ളാഹിന്റെ വീടിൻ്റെ അകത്ത് വിളക്ക് കത്തിച്ചില്ല. രോഗം പിടിച്ച് കിടക്കുന്ന പ്രവാചകൻ ചോദിച്ചു, എന്തേ ആയിഷ വിളക്ക് കത്തിക്കാത്തതെന്തേ? ആയിഷ ബീബി മാറി നിന്ന് കരയുകയാണ്. കാരണം വിളക്കിൻ്റെ അകത്തൊഴിക്കാൻ എണ്ണയില്ലായിരുന്നു. 63-ാമത്തെ വയസ്സില് ലോകത്തിന്റെ നേതാവ് ലോകത്തോട് യാത്ര പറയുന്നതിന്റെ തലേ ദിവസം വിളക്കിൻ്റെ അകത്ത് എണ്ണ പോലും ഒഴിക്കാറില്ല. രണ്ടാമതും ചോദിച്ചു, എന്തേ ആയിഷ? നബിയേ, എണ്ണയില്ല നബിയേ. മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ നിന്ന് കൊണ്ടുവന്ന എണ്ണ കൊണ്ടാണ് റസൂലുള്ളാഹിന്റെ വീടിൻ്റെ അകത്ത് വിളക്ക് പോലും കത്തിച്ചത്. വഫാത്താകുമ്പോ തൻ്റെ പടയങ്കിയില്ല, തൻ്റെ പടയങ്കി പോലും പണയത്തിലായിരുന്നു. 5 നയാ പൈസയില്ല. തൻ്റെ വീടിൻ്റെ അകത്തുണ്ടായിരുന്നത് മുഴുവനും സദക്ക കൊടുത്തിട്ടാ പോയത്. പെട്ടെന്ന് ബോധം വന്നപ്പോ അവിടെ നിന്ന് വിളിച്ചു, ആയിഷ, 6 ദിർഹം ഇന്ന സ്ഥലത്തിരിക്കുന്നുണ്ട്, 6 7 ദിർഹം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. കയ്യിലേക്ക് കൊണ്ടുവച്ച് കൊടുത്തപ്പോ കടന്ന് കരയുകയാ. എന്തിനാ നബിയെ കരയുന്നത്? ആയിഷ, ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാനങ്ങ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ രക്ഷപ്പെടൂലല്ലോ ആയിഷ.
അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും കരഞ്ഞു പോയെങ്കിൽ എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് കൊണ്ട് സദക്ക കൊടുക്കുക ആയിഷ. എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങള്, അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ മുഴുവനും മാറ്റിക്കോ. നോവലിൽ കാണുന്നതല്ല, സീരിയലിൽ കാണുന്നതല്ലോ യഥാർത്ഥ ജീവിതമെന്ന് പറയുന്നത്. ജീവിതത്തിൽ മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ പടച്ചവനെ ജീവിതം ആനന്ദമുള്ളതാണ്, സന്തോഷമുള്ളതാണ്. അല്ലാഹു എന്ത് തന്നാൽ വൽകദിരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, എല്ലാം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്. ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും പ്രയാസമാണെങ്കിലും രോഗമാണെങ്കിലും കടമാണെങ്കിലും ലാഭമാണെങ്കിലും എല്ലാം പടച്ചുറപ്പിന്റെ തീരുമാനമാണ്. ഇത് കരുതിയിട്ട് ക്ഷമിച്ചാൽ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എൻ്റെ പ്രിയമുള്ളവരെ, ഇല്ലാത്ത സമയത്ത് കൊടുക്കുന്നതിന് പ്രതിഫലം കൂടുതലാ. ഇല്ലാത്ത സമയത്ത് കൊടുക്കുന്നതിന് പ്രതിഫലം കൂടുതലാ. ഉള്ളതിൽ നിന്നാണ് കൊടുക്കേണ്ടത്. ഒരുപാട് പണമുള്ളവൻ കൊടുക്കുന്നതിൽ കാര്യമില്ല. ഇല്ലാത്തവൻ നീ ആവശ്യമുള്ള സമയത്ത്, നിനക്ക് അത്യാവശ്യമുള്ള സമയത്ത് കൊടുക്കുന്നതിന് പ്രതിഫലം കൂടുതലാ. ഒരിക്കലും കൊടുത്തെന്ന് പറഞ്ഞു കുറയൂല. ഇന്ന് വരെ സദക്ക കൊടുത്തിട്ട് ഒരാളും അല്ലാഹുവേ കടക്കാരനായിട്ടില്ല, ഒരാളും ദരിദ്രനായിട്ടില്ല. അങ്ങനെ കുറയാനായിരുന്നെങ്കിൽ സംസം വെള്ളം കുറയണമായിരുന്നു. കോരിയാ തീർന്നു പോകുമെങ്കിൽ തീരേണ്ടത് സംസം വെള്ളമായിരുന്നു. എത്ര കൊല്ലം കൊണ്ട് കോരുന്നു വാപ്പാ, ഇന്ന് വരെ കുറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയിട്ടോ, മനസ്സറിഞ്ഞുകൊണ്ട് സദക്കയിട്ടോ. എന്തേ പ്രതിഫലം? എന്തേ? അസ്വദഖത്തു റദ്ദുൽ ബലാ. അല്ലാഹു വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ പോക്കറ്റിന്റെ അകത്ത് കിടക്കുന്ന 10 രൂപ എടുത്തിട്ടോ വാപ്പാ, ക്യാൻസറിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ? നിനക്കറിയുവോ വാപ്പാ? പടച്ചവനെ, കിഡ്നി തകർന്നു പോയാ എത്ര ലക്ഷങ്ങൾ ചെലവഴിച്ചാലാ ഒന്ന് രക്ഷപ്പെടുക? പടച്ചുറപ്പേ, റസൂലുള്ള പറയുകയാ, വിപത്തുകൾ സദക്ക തട്ടിമാറ്റുമെന്നോ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാണ്, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുത്തോ. എന്തിനാ? അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന പെമ്മക്കൾക്ക് വേണ്ടിയാണ്. ഒരു പെണ്ണ് നന്നായാ ലോകം നന്നാവും, ഒരു പെണ്ണ് നന്നായാ ലോകം നന്നാവും. വൽബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. ഒരു നല്ല ഉമ്മാന്റെ വയറ്റിലെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ. അതുകൊണ്ട് പെൺമക്കൾക്കുള്ള സ്ഥാപനമാണ്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുത്തോ. അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം പറയാ, അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം പറയാ. മനസ്സറിഞ്ഞുകൊണ്ട് 1 രൂപ കൊടുത്താലും, മനസ്സറിഞ്ഞുകൊണ്ട് 1 രൂപ കൊടുത്താലും അല്ലാഹു 1 രൂപയോ എന്നല്ല നോക്കുന്നത്, 1 ആണോ 10 ആണോ എന്നല്ല നോക്കുന്നത്. അള്ളാന്റെ റസൂല് പറയുന്നു, നീ കൊടുക്കുന്ന 1 രൂപ അല്ലാഹു വലങ്കൈ കൊണ്ട് സ്വീകരിക്കുകയാണ്. എന്നിട്ട് ഒട്ടകത്തിന്റെ കുഞ്ഞിനെ ഒരു മനുഷ്യനെ വളർത്തുന്നത് പോലെ, ഒട്ടകത്തിന്റെ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ അല്ലാഹു നീ കൊടുത്ത 1 രൂപ അല്ലാഹു വളർത്തുകയാണ്. നാളെ പരലോകത്ത് ചെല്ലുമ്പോ മീസാനിന്റെ അകത്ത് അല്ലാഹു ഭാരമുള്ളതാക്കി തിരിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവിടെ ചരിത്രത്തിൽ കാണാം, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വിശപ്പ് സഹിക്കാൻ കഴിയണില്ല. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഒരു ദിവസം തൻ്റെ വീടിൻ്റെ അകത്ത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോഡി വസ്ത്രമുണ്ടായിരുന്നു. വസ്ത്രമാണെന്ന് പറയുന്നു. കൊണ്ടുവന്നിട്ട് അലിയാർ തങ്ങളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിയിട്ട് വരാം. അലിയാർ തങ്ങൾ ചോദിച്ചു, നിനക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടതല്ലേ, വിൽക്കണോ? വിശപ്പ് സഹിക്കാൻ വയ്യ അലിയെ. അലിയാർ നിങ്ങൾ കടന്നു ചെന്ന് കൊണ്ടുവിറ്റു. 6 ദിർഹമാണ് സദക്ക കിട്ടിയത്, അവിടെ നിന്ന് കൂലി കിട്ടിയത്. അത് വിറ്റപ്പോൾ ഒരു 6 ദിർഹം കിട്ടി. ആ 6 ദിർഹവുമായിട്ട് ഭക്ഷണം വാങ്ങാൻ വേണ്ടി അലിയാർ തങ്ങൾ നടന്നു വരുമ്പോൾ ഒരു സാധുവായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, അലിയെ, മക്കള് പട്ടിണിയാ അലിയെ, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ഭാര്യയും മക്കളും പട്ടിണിയായി കിടക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ താലിയെ, കയ്യിൽ 6 ദിർഹം ഇരിക്കുന്നുണ്ട്,
കയ്യിൽ 6 ദിർഹം ഇരിക്കുന്നുണ്ട്. അലിയാര് തങ്ങൾ ചിന്തിച്ചു, പടച്ചോനെ ഇല്ലാന്ന് പറയാൻ വയ്യ, 3 കൊടുക്കാമെന്ന് കരുതിയിൽ 6 എടുത്താൽ മനുഷ്യൻ്റെ കൈ കൊടുത്തു. 6 എടുത്താൽ മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നിട്ട് കയ്യും വീശി വീട്ടിലേക്ക് തിരിച്ചു വരാം. ഉള്ളതെല്ലാം പോയി. അലിയാര് തങ്ങൾ കയ്യും വീശി വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു ഒട്ടകവുമായിട്ട് കടന്നു വന്നിട്ട്, ഒരു കുതിരയെ ഒട്ടകവുമായി കടന്നു വന്നിട്ട് ചോദിച്ചു, അലിയെ വേണോ, ഒട്ടകത്തിന് വേണോ? അലിയാര് തങ്ങൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ 5 നയാ പൈസ ഇല്ല. ആ മനുഷ്യൻ പറഞ്ഞു, നീ ഇപ്പം തരണ്ട, ഉള്ളപ്പോൾ തന്നാ മതി അലിയെ, നിന്റെ കയ്യിൽ എന്ന് കിട്ടുന്നു അന്ന് തന്നാ മതി. ഒട്ടകത്തിനെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ആ മനുഷ്യനങ്ങ് നടന്നുപോയി. അലിയാര് തങ്ങൾ ഒട്ടകവുമായി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വേറെ ഒരാൾ ചോദിക്കുക, അലിയ ഒട്ടകത്തെ വിൽക്കണോ? നിന്റെ കയ്യിലിരിക്കുന്ന ഒട്ടകത്തിനെ വിൽക്കണോ? അലിയാര് തങ്ങൾ പറഞ്ഞു, വിൽക്കുന്നു. ആ മനുഷ്യൻ പറഞ്ഞു, 160 ദിർഹം തരാം. അലിയാര് തങ്ങൾ പറഞ്ഞു, ഞാനിവിടെ 100-ന് വാങ്ങിയതാ. വേണ്ടെന്നേ, 160 ദിർഹം കയ്യിൽ കൊടുത്തിട്ട് ഒട്ടകത്തിനെ വാങ്ങി. അലിയാര് തങ്ങൾ ഓടി ചെന്നിട്ട് കടം വീട്ടി 100 ദിർഹം കൊണ്ടുപോയി കടം വീട്ടി. ബാക്കി 60 ദിർഹം ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവനും വാങ്ങിയിട്ട് വീട്ടിലേക്ക് കടന്നു ചെന്നു. അലിയാര് തങ്ങളോട് ഭാര്യ ചോദിച്ചു, അലിയെ ഇത്രയും പൈസ കിട്ടി എൻ്റെ ഒരു ജോഡി വസ്ത്രത്തിന്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലിയാര് തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. അലിയാര് തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ഞാനൊരു പാവപ്പെട്ടവന് 6 കൊടുത്തപ്പോൾ അള്ളാഹു 60 എനിക്ക് തിരിച്ചു തന്നു. അതാ 1-ന് 10, വെറുതെ അല്ല, 1-ന് 10, 1 രൂപയ്ക്ക് പകരം 10 രൂപ, 6 ദിർഹമിന് പകരം അള്ളാഹു 60 കൊടുത്തു. ഒട്ടകത്തിന് വിറ്റത് മഹാനായ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു, വാങ്ങിയത് മീകായിൽ അലൈഹിസ്സലാം ആയിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ കൊടുത്താൽ ഒരിക്കലും കുറയൂല, കൂടുകയുള്ളൂ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ കൊണ്ടുപോയി ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചു. അള്ളാഹുവിന്റെ റസൂൽ ഖബറിന്റെ അകത്ത് ഇറങ്ങി ഖദീജയുടെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചു. 3 കെട്ടുകളും അടിച്ചു മാറ്റുകയാണ്. പടച്ചവനെ ഖിബലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചു. അള്ളാഹുവിന്റെ റസൂൽ ഒരു പിടി മണ്ണ് വാരി, അള്ളാന്റെ റസൂൽ ഒരു പിടി മണ്ണ് വാരി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കബളിന്റെ താഴെ വെച്ചു. എന്നിട്ട് തലയങ്ങ് തിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഖദീജ ബീബിയുടെ കബളിലെ മണ്ണ് തൊടുന്നില്ല. ഖദീജ ബീബിയുടെ കബളിലെ മണ്ണ് തൊടുന്നില്ല. പ്രവാചകൻ രണ്ടാമതും തലതിരിച്ചു. ഖദീജ ബീബിയുടെ കബളിലെ മണ്ണ് തൊടുന്നില്ല. മൂന്നാമതും തിരിച്ചു വെച്ചു, മണ്ണ് തൊടുന്നില്ല. എന്താണ് സംഭവം എന്നറിയാതെ റസൂലുള്ള ഖബറിന്റെ അകത്ത് അത്ഭുതത്തോടെ നിൽക്കുമ്പോ അതാ വരുന്നു മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മണ്ണ് തൊടൂല നബിയേ, മണ്ണ് തൊടൂല നബിയേ, ഖദീജ ബീവിയുടെ കബളിൽ മണ്ണ് തൊടൂല നബിയേ. എന്തേ ജിബ്രീല്? കാരണം എന്തേ ജിബ്രീല്? യാ റസൂലല്ലാഹ്, കോടീശ്വരന്റെ മകളായ ഖദീജ തന്റെ സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് കൊടുത്തവളാ, പാവങ്ങൾക്ക് കൊടുത്തവളോ. ഖദീജ ബീവി സദക്ക ചെയ്യുന്നവളായിരുന്നു നബിയേ. സദക്ക ചെയ്ത ഖദീജാന് മണ്ണ് തിന്നൂല യാ റസൂലല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, ഉമ്മമാരോട്, ഈ 110 ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് നീ ഒരു ദിവസം ഭക്ഷണം കൊടുത്താ പടച്ചവനെ പുഴുത്തു നാറാതെ ഖബറിന്റെ അകത്ത് കടക്കാവാപ്പാ, മണ്ണ് തിന്നാതെ കടക്കാ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ മണ്ണ് തിന്നാതെ ഖബറിന്റെ അകത്ത് കിടന്നതുപോലെ നിനക്കമ കിടക്കാവാപ്പാ. ഒന്നാമത്തെ പ്രതിഫലം എന്തേ? അള്ളാന്റെ സ്വർഗം കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യമാ. 2, മണ്ണ് തിന്നാതെ ഖബറിന്റെ അകത്ത് കിടക്കാ. 3
മൂന്നാമത്തെ പ്രതിഫലമെന്ത്? നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ കോടാനുകോടി സമ്പത്തുള്ളവര്, ലക്ഷങ്ങളുള്ളവര്, നാളെ പടച്ച റബ്ബിന്റെ കോലത്ത് അള്ളാന്റെ കോടതിയിൽ നീ ഒറ്റയ്ക്ക് നിൽക്കുകയാ. ജന്മം നൽകിയ വാപ്പയില്ല, നൊന്ത് പ്രസവിച്ച ഉമ്മയില്ല, നിന്റെ നട്ടലിൽ നിന്നുണ്ടായ നിന്റെ മക്കളില്ല, കൂടെ കിടന്ന് സുഖിച്ച ഭാര്യയില്ല, ഉമ്മാന്റെ വയറ്റിൽ കൂടെ കിടന്ന കൂടെ പറപ്പില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബി വ സ്വഹിബതിഹി വ ബനി. ഒരാളും തിരിഞ്ഞു നോക്കാത്ത ദിവസം നീ അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ തനിച്ച് നിൽക്കുമ്പോ ഒരു കുട്ടി വന്നിട്ട് പറയുന്നു, വാപ്പാ ഞാൻ കൊണ്ടുപോകാം നിങ്ങളെ സ്വർഗത്തിൽ. അല്ലാഹുവേ, ഒരു പെൺകുട്ടി വന്നിട്ട് പറയുകയാ, വാപ്പാ നിങ്ങളെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ആരാ മോളെ? നീ ആരാ മോളെ? എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും എൻ്റെ കൂടപ്പറപ്പും എൻ്റെ ഭാര്യ മക്കളും എൻ്റെ കുടുംബക്കാരും എന്നെ കൈയൊടിഞ്ഞപ്പോ കണ്ടിട്ട് കാണാത്തവരെ പോലെ നടന്നു പോകുമ്പോ കണ്ട പരിചയം പോലും കാണിക്കുന്നില്ലോ. എൻ്റെ ഉമ്മ പോലും എന്നെ ഒന്ന് നോക്കുന്നില്ല. ആരും തിരിഞ്ഞു നോക്കാത്ത ദിവസം എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നീ ആരാ? പാപ്പാ നീ നാളെ നിൽക്കുമ്പോ, എൻ്റെ ഉമ്മമാരെ പരലോകത്ത് നിൽക്കുമ്പോ ഒരു പെൺകുട്ടി പറയുന്ന, നിങ്ങളെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ആരാമോളെ? ആരാമോളെ? ഉമ്മ, നിങ്ങളുടെ നാട്ടിൽ ഞാൻ ഖുർആൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഒരു ദിവസം ഭക്ഷണം തന്നത് നിങ്ങളാ ഉമ്മ. സ്വന്തം മകളെ പോലെ, നിങ്ങൾ എന്നെ പ്രസവിച്ചില്ലെങ്കിലും സ്വന്തം മകളെ പോലെ ഒരു ദിവസം എനിക്ക് ഭക്ഷണം തന്നത് നിങ്ങളാ. ഞാൻ നിർത്തുകയാ. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ലോകത്തിൻ്റെ നേതാവിനെ സ്വപ്നം കാണാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരായത്ത് പറഞ്ഞേരട്ടെ, ഒരായത്ത് പറഞ്ഞേരട്ടെ. ഇൻഷാ അല്ലാഹ് ഓതൂല്ലേ? ഓതൂല്ലേ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖുർആനിൽ ബിസ്മി ഇല്ലാത്തൊരു സൂറത്തുണ്ട്. ഏത് സൂറത്താ? പറ, ഉറക്കെ പറ. ഖുർആനിൽ ബിസ്മി ഇല്ലാത്ത സൂറത്ത് ഏതാ? അതൊക്കെ ചോദിച്ചാൽ പറയാൻ മടിയാ. മോഹൻലാലിൻ്റെ ഒടിയൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്ന ഡേറ്റ് ഏതാന്ന് വെച്ചാൽ ചാടി പറയും. ഒടിയൻ എന്ന് പറയുന്ന സിനിമ അത് അത്രയ്ക്ക് ഓർമ്മയാ. എന്നാൽ ഖുർആനിൽ ആകെ ഒരു സൂറത്തിനെ ബിസ്മി ഇല്ലാത്തേ ഉള്ളൂ. അത് ഏതാന്ന് വെച്ചാൽ വായുന്നുള്ള നീക്കുക. ഏത് സൂറത്താ ചങ്ങായിമാരെ? സൂറത്തു തൗബ. സൂറത്ത് തൗബ. ആ സൂറത്ത് തൗബയുടെ ഏറ്റവും അവസാനത്തെ ഒരായത്തുണ്ട്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന് തുടങ്ങുന്ന സൂറത്ത് തൗബയുടെ ഏറ്റവും അവസാനത്തെ ആയത്ത് ആരെങ്കിലും നമസ്കാരം കഴിഞ്ഞ് ഓതിയാൽ അവന് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ലോകത്തിൻ്റെ നേതാവിനെ കാണാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മനസ്സുണ്ടെങ്കിൽ ഓദിക്കോ, നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു യജമാനനും നമ്മൾ അടിമകളുമാണ്. പഞ്ചായത്ത് ഓഫീസിലോ വില്ലേജ് ഓഫീസിലൊക്കെ ഒരു ആവശ്യത്തിന് പോയാൽ മാനേജറുടെ മുന്നിൽ പോയിട്ട് സാറേ 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 എന്നാ വിളിയാ, എന്തൊരു താഴ്മയാണെന്നറിയും. ദുനിയാവിൻ്റെ കാര്യം നടക്കാൻ അവരുടെ മുന്നിൽ പോയി നമ്മളൊക്കെ ഓച്ചാനിച്ച് നിൽക്കും താഴ്മയോടെ. എങ്കിൽ ചെയ്തു പോയ പാപങ്ങൾ അള്ളാൻ്റെ മുന്നിൽ ഏറ്റുപറയാൻ പോവാ. ആരോഗ്യം ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. കാരണം അള്ള യജമാനനും നീ അടിമയുമാണ്. യജമാനൻ്റെ മുന്നിൽ അടിമ യാചിക്കുന്നവനെ പോലെ നിന്നാൽ ചിലപ്പോൾ നീ രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ട് പറ്റുമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ നിർബന്ധിക്കില്ല. നിൻ്റെ കാര്യമാണ്. എൻ്റെ ചെയ്ത പാപത്തെക്കുറിച്ച് അള്ള എന്നോട് ചോദിക്കും, നീ ചെയ്തതിനെക്കുറിച്ച് നിന്നോട് ചോദിക്കും. എന്നോട് ചോദിക്കുമോ? ഞാൻ ചെയ്തതിനെക്കുറിച്ച് എന്നോടും നീ ചെയ്തതിനെക്കുറിച്ച് നിന്നോടേ ചോദിക്കൂ. നമ്മുടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കത്തില്ല. അതുകൊണ്ട് നിന്റെ പാപം പൊറുക്കണമെന്നുണ്ടെങ്കിൽ നീ സ്വന്തം കാര്യം ചിന്താവാ, എഴുന്നിട്ട് നിന്നോളാം. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റഹ്മ റഹീമായ കരുണയുള്ള ദയാലുവായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാ. നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത മഹാപാപികളാണ് തമ്പുരാനെ. ചെയ്ത
ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഈ വെള്ളിയാഴ്ച രാവിലെ ഈ ദുനിയാവിലെ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് നിന്നോട് ഏറ്റുപറയുകയാണ് തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഇവിടെ നിന്നിറങ്ങി പോകുമ്പോൾ ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും പുറത്തവരായി നിലയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിൻ്റെ അകത്താണ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ, ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ, സ്വർഗത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ, സ്വർഗത്തിൻ്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ അല്ലാ, സ്വർഗത്തിൻ്റെ പരിമളമടിച്ച് വീശുന്ന ഖബറാക്കണേ അല്ലാ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസും നൽകണേ അല്ലാ. വീടിൻ്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ തമ്പുരാരെ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗികളാണ് റബ്ബേ, ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാ. ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ, മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കൂടെ കിടന്ന ഭാര്യ ഞങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കല്ല റബ്ബേ, സ്വന്തം മക്കൾ വാപ്പയും ഉമ്മയും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ല നാഥ. അല്ലാ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ, ആലിമീങ്ങളാക്കണേ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ, ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. പടച്ചവനെ റബ്ബേ, എപ്പോഴെവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല, നല്ല മരണം തരണേ അല്ലാ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. എല്ലാവരും കരയുന്ന ദിവസം നീ ഞങ്ങളെ ചിരിപ്പിക്കണേ അല്ലാ. കാണുന്നവർ മുഴുവനും ഞങ്ങൾ മരിച്ചതുപോലെ മരിക്കാൻ കൊതിക്കണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം തരണേ അല്ലാ. കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ, കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. പടച്ചവനെ, ഇവിടത്തെ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ഉഖ്റബിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ, അവരുടെ കുടുംബത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഭാര്യ സന്താനങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാര്. പടച്ചവനെ, ഇത്രയും നേരം ഈ സദസ്സിലിരുന്ന എൻ്റെ വാപ്പമാര്, പടച്ചവനെ ആഫിയത്ത് നൽകണേ അല്ലാ, നല്ല മരണം കൊടുക്കണേ അല്ലാ. ഈ ചെറുപ്പക്കാരെ അനുഗ്രഹിക്കണേ തമ്പുരാന്. പടച്ചവനെ, നല്ല ജീവിതം നൽകണേ തമ്പുരാന്. പടച്ചവനെ, എൻ്റെ സഹോദരിമാരെ മറക്കല്ല അല്ലാ. ഒരുപാട് വേദന സഹിച്ചവരാ, ഇനിയും വേദനിപ്പിക്കല്ല തമ്പുരാനെ. അറുത്തു മുറിക്കല്ലേ പടച്ചവരെ, കണ്ണുനീര് കുടിപ്പിക്കല്ല അല്ലാ. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. പടച്ചവനെ, ഈ സ്ഥാപനത്തിന് വേണ്ടി ആരെല്ലാം സദഖ കൊടുത്തോ അവരുടെ കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ, അവരുടെ കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. മരിക്കുന്ന സമയം അതിൻ്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നല്ല മരണം കൊടുക്കണേ അല്ലാ. മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. ക്യാമറയുടെ പ്രവർത്തകർ അനുഗ്രഹിക്കണേ അല്ലാ. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന 110 മക്കളെയും അനുഗ്രഹിക്കണേ അല്ലാ. ഈ ഉമ്മത്തിന് ഗുണം ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. നാഫിയായ ഇൽമു നൽകണേ അല്ലാ. ഈ സ്ഥാപനത്തിന് നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ. പടച്ചവൻ, ഈ സ്ഥാപനത്തിന് വേണ്ടി ഏത് വഴികളിലേക്ക് ഇറങ്ങിയാൽ നീ അത് തുറന്നു കൊടുക്കണേ അല്ലാ. ഈ നാടിൻ്റെ വെളിച്ചമാക്കണേ അല്ലാ. ഈ ക്യാമറയുടെ പ്രവർത്തകർ അനുഗ്രഹിക്കണേ റഹ്മാന്. പടച്ചവനെ, എനിക്ക് ഭക്ഷണം തന്ന കുടുംബം അവർക്ക് സ്വർഗത്തിൻ്റെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഷഹീർ ഉസ്താദിന് ദീർഘായുസ് കൊടുക്കണേ തമ്പുരാര്. തൻ്റെ കുടുംബത്തിൽ എല്ലാവിധ ഖൈർ ബറക്കത്തും നൽകണേ റഹ്മാൻ.
തമ്പുരാര്. സുൽഫി എന്ന ചെറുപ്പക്കാരൻ അനുഗ്രഹിക്കണേ അല്ലാ. തൻ്റെ പിതാവിൻ്റെ രോഗങ്ങൾക്ക് ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാട് അപകട മരണം തരല്ലേ റബ്ബേ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കില്ല അല്ലാ. ഞങ്ങളെ പെട്ടെന്നങ്ങ് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കൾക്ക് വാപ്പയില്ലാതാക്കല്ല റബ്ബേ. ഞങ്ങളുടെ ഭാര്യ നീ വിധവയാക്കല്ല അല്ലാ. ഞങ്ങളുടെ ഭാര്യ നീ വിധവയാക്കല്ല അല്ലാ. രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞങ്ങളുടെ മക്കളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. പടച്ചവനെ വെട്ടിക്കീറി വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് അവരുടെ മയ്യത്ത് ഞങ്ങളുടെ മുന്നിലെത്തിക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊന്നാര മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കരങ്ങൾ മരിക്കുമ്പോളം ആരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ തമ്പുരാരെ. അല്ലാഹുവേ ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. പടച്ചവനെ കണ്ണൂർ മട്ടന്നൂരുള്ളൊരു സഹോദരൻ ഉസ്താദേ എൻ്റെ ഒരു വസ്തു കച്ചവടം നടക്കാൻ ദുആ ചെയ്യാൻ പറഞ്ഞു. റബ്ബേ കരുണക്കടലേ നീ ആ സഹോദരന് റബ്ബേ നീ അത് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അത് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഖബറിൻ്റെ അകത്താണ്. ആ മണ്ണറ നീ മണിയറയാക്കി കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ എൻ്റെ ഉമ്മയ്ക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ എൻ്റെ കൂടപ്പിറപ്പുകൾ അനുഗ്രഹിക്കണേ തമ്പുരാന്. പ്രത്യേകിച്ച് റബ്ബേ എൻ്റെ സഹോദരൻ അല്ലാ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പിതാവിന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. പടച്ചവനെ ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. പൊന്നുമോനെ ഹാഫിളാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ എൻ്റെ ഭാര്യ നീ സാരിഹത്താക്കണേ തമ്പുരാന്. മാതാപിതാക്കൾ രണ്ടുപേരും രോഗികളാണ്, ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ എൻ്റെ പൊന്നുമക്കളെ നീ ഹാഫിളീങ്ങളാക്കി തരണേ തമ്പുരാന്. ഈ ശബ്ദം നിലനിർത്തണേ അല്ലാ. അഹങ്കാരം തരല്ലേ അല്ലാ. വന്ന വഴി മറക്കുന്നവനാക്കല്ല അല്ലാ. ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാറുള്ള അവസരവും ഭാഗ്യവും നൽകണേ തമ്പുരാന്. പടച്ചവനെ പ്രവാസികൾ വല്ലാത്ത പ്രയാസത്തിലാ നീ കൈവിടല്ലേ അല്ലാ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടം മാറ്റണേ അല്ലാ. രോഗികൾക്ക് ശിഫ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. കച്ചവടത്തിൽ ബർക്കത്ത് തരണേ അല്ലാ. സമ്പത്തിൽ ബർക്കത്ത് തരണേ അല്ലാ. കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് തരണേ അല്ലാ. മക്കളിൽ ബർക്കത്ത് തരണേ അല്ലാ. ഭക്ഷണത്തിൽ ബർക്കത്ത് തരണേ അല്ലാ. വീടുകളിൽ ബർക്കത്ത് തരണേ അല്ലാ. ആരോഗ്യത്തിൽ ബർക്കത്ത് തരണേ അല്ലാ. ആയുസ്സിൽ ബർക്കത്ത് തരണേ അല്ലാ. ഈമാനിൽ ബർക്കത്ത് തരണേ അല്ലാ. നീ നൽകിയ നിഅമത്തുകൾ മുഴുവനും മരിക്കുവോളം നിലനിർത്തി തരണേ അല്ലാ. പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാ ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ പടച്ചവനെ ഈ മക്കൾക്ക് ആരെല്ലാം ഭക്ഷണം കൊടുക്കാ ഒരു ചാക്കരി വാങ്ങിക്കൊടുക്കാ നിയത്ത് ചെയ്തോ നാളെ വരുമ്പോ ഒരു നല്ല സദക്ക കൊണ്ടുവരാ തീരുമാനിച്ചോ. പടച്ചവനെ റൗളാ ശരീഫ് കാണിക്കാതെ മരിപ്പിക്കല്ല റബ്ബേ. അവിടെ സിയാറത്ത് ചെയ്യാ, അവിടെ ചെന്ന് നിസ്കരിക്കാ എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ തമ്പുരാന്. പടച്ചവനെ അല്ലാഹുവേ ഞങ്ങൾ ഇന്ന് പിരിയുകയാണ്. പടച്ചവനെ ഇത് അവസാന മജ്‌ലിസാക്കല്ല അല്ലാ. ഈ ദുആ അവസാന ദുആക്കല്ല അല്ലാ. ഈ രാത്രി അവസാന രാത്രി ആക്കല്ലേ അല്ലാ.
ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു. നാളെ മഗ്രിബിന് മുമ്പായി ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ അല്ലാ, ഞങ്ങളുടെ തൗബയാക്കണേ റബ്ബേ, ഞങ്ങളുടെ തൗബയാക്കണേ നാദാ. അല്ലാഹുവേ, അടിമാലിയിലുള്ള 3 ഉസ്താദന്മാര് റബ്ബേ, അവർക്ക് നീ ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ അല്ലാ. വന്ന വഴി അത്രയും നീ സ്വർഗത്തിലേക്ക് അടുപ്പിക്കണേ അല്ലാ. അവരുടെ പരിപാടികൾ വിജയിപ്പിക്കണേ റബ്ബേ. നിന്റെ ഗൈബിയായ സഹായം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതി يا أرحم الراحمين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഞങ്ങളുടെ പുതിയ റിലീസുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.